ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ഒരു N18 വീഡിയോ ആണ്. ഇപ്പോൾ നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ വർക്ക് ചെയ്യുന്നവരോ ഒരു ഓൺ ബിസിനസ് ഉള്ളവരോ ആണെങ്കിൽ നമ്മുടെ സർവീസസ് ആൾക്കാർ അറിയാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു കാര്യമാണ് SEO. ഈ SEO ടൂളുകൾക്കൊക്കെ ഡെഫിനറ്റ്ലി ഭയങ്കരമായിട്ട് ഒരുപാട് എക്സ്പെൻസ് വരുന്ന ഒരു കാര്യമാണ്. ഇന്ന് നമ്മൾ ഒരു MCP AI ഏജന്റിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു പ്രൊഫഷണൽ SEO എക്സ്പെർട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതും ലൈവായിട്ടുള്ള ഡേറ്റ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു ഏജന്റ് ബിൽഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു ഏജന്റിനെ ബിൽഡ് ചെയ്യാൻ പോകുന്നത് 2 ടൂൾസ് യൂസ് ചെയ്തിട്ടാണ്. ഒന്ന് ഡേറ്റ ഫോർ SEOയും പിന്നെ MCPയും ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് തന്നെ നമുക്കൊന്ന് അക്കൗണ്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഗൂഗിളിന്റെ വർക്ക് സ്പേസ് ഇമെയിൽ വെച്ചിട്ടാണ് കണക്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ബിസിനസ് ഇമെയിൽ തന്നെ വേണം, എന്നാലാണ് നമുക്ക് ഇതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, നമ്മളിത് ചെയ്ത് കഴിയുമ്പം നമ്മളുടെ മെയിലിലേക്ക് ഒരു ആക്ടിവേഷൻ കോഡ് വരും. ഒന്നെങ്കിൽ നിങ്ങൾ ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നമുക്ക് ആക്ടിവേഷൻ കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ ആക്ടിവേറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന ഡയറക്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ആയിട്ടുണ്ടാവും. അപ്പം നമ്മൾ ഡേറ്റ ഫോർ SEOയിൽ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനത്തെ ഒരു പേജ് ആയിരിക്കും വരുന്നത്. API ആക്സസ് എന്നതിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ API കീയും അതാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ N18 വരിക. N18 വന്നിട്ട് ഇനി ക്രിയേറ്റ് വർക്ക് ഫ്ലോ ക്ലിക്ക് ചെയ്യുക. ഓൺ ചാറ്റ് മെസ്സേജ് ആണ് നമ്മുടെ ഫസ്റ്റ് നോഡ് വരുന്നത്. അതിനുശേഷം നമുക്ക് ഒരു AI ഏജന്റിനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് നമുക്കൊരു ബ്രെയിൻ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കൊരു മെമ്മറി സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ കോൺഫിഗറേഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി ഇവിടെ ഈ ക്രെഡൻഷ്യൽസ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇത് കോപ്പി ചെയ്യാം. ഇത് കോപ്പി ചെയ്തിട്ട് നമ്മൾ ഇവിടെ വാല്യൂ കൊടുക്കുന്ന സമയത്ത് ബേസിക് എന്ന് പറയുന്ന ഒരു ടേം കൊടുക്കണം. ഞാനിവിടെ അത് എഴുതി കാണിക്കാം. ഓട്ടോമേഷൻസ് എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ടോപ്പ് 10 കീവേഡ്സ് നമുക്ക് ലിസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഓരോ ഡേറ്റയും എന്താണ് അതിന്റെ ഒബ്സർവേഷൻ, അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്സ് എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അടുത്ത നമ്മൾക്ക് ഡൊമൈൻ അനാലിസിസ് ഒന്ന് ചെയ്ത് നോക്കാം. ഡൊമൈൻ ഓവർവ്യൂ, സ്ട്രെങ്ത്, വീക്ക്നെസ് എന്തൊക്കെയുണ്ട്, ക്വിക്ക് വിൻ റെക്കമെൻഡേഷൻസ് തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. കണ്ടന്റ് അനാലിസിസ് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ നമുക്ക് കണ്ടന്റ് അനലൈസ് ചെയ്ത് അതിന്റെ ഡീറ്റെയിൽസും തന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ എന്ത് ചെയ്യാം, ഓൺ പേജ് SEO അനാലിസിസ് ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിന്റെ ടൈറ്റിൽ, ടാഗ്, മെറ്റാ ഡിസ്ക്രിപ്ഷൻ, അതുപോലെ ഹെഡിങ്ങുകൾ എന്നിവയൊക്കെ ശരിയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യാനായിട്ട് ഈ ഒരു ഓൺ പേജ് അനാലിസിസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും.